പാതിവില തട്ടിപ്പ് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇടനിലക്കാരായ ഏജൻസിക്കെതിരെ പെരുമ്പടപ്പ് പോലീസിൽ പരാതി പ്രവാഹം. നിരവധി പേരാണ് പരാതിയുമായി എത്തിയത്. 20ഓളം പരാതികളാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ച എത്തിയത്. സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ, തയ്യൽ മെഷീനുകൾ, ലാപ്ടോപ്പ്, കോഴിക്കൂട്, സ്കൂൾ കിറ്റുകൾ എന്നിവ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് പരാതിയുമായി സ്ത്രീകളടങ്ങുന്ന സംഘം സ്റ്റേഷനിലെത്തിയത്. ആദ്യം രജിസ്ട്രേഷൻ ഫീസായി 2400 രൂപയും പിന്നീട് ഇവർ ഒറ്റത്തവണയായും പലതവണയായും ഓർഡർ ചെയ്തതിന്റെ സാധനങ്ങളുടെ പാതി വില നൽകിയിട്ടുണ്ട്. ഇതിനായി അഡ്മിൻ ഓൺലൈനായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. മാറഞ്ചേരിയിലെ ഒരു പ്രമുഖ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇവർ പണം അയച്ചിരുന്നത്. അനന്തകൃഷ്ണന്റെ അറസ്റ്റ് പുറത്തുവന്നപ്പോൾ പണം നൽകിയവർ ഏജൻസിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ മുടക്കിയ സംഖ്യ പോകില്ല എന്നും വസ്തുക്കളോ അല്ലെങ്കിൽ അടവ് സംഖ്യയോ തിരിച്ചു നൽകുമെന്നാണ് ഇടനിലക്കാരൻ അറിയിച്ചതെന്ന് ഇവർ പറയുന്നു. പകുതി വിലക്ക് ഗൃഹോപകരണങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഓരോ മെസ്സേജ് വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പകുതിയായിട്ടുള്ള മാറഞ്ചേരിയിലുള്ള ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 22,000 രൂപ, ഞാൻ 44,000 AC ആണ് അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 22,000 രൂപ അടച്ച്. പിന്നീടാണ് ആൾ പറയുന്നത് മാർച്ചിൽ കിട്ടില്ല, മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴാവും നമുക്ക് ലഭിക്കുക. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീടാണ് മാധ്യമങ്ങളോട് ഞങ്ങൾ അറിഞ്ഞത് ഇതിൻ്റെ കോർപ്പറേഷനിലുള്ള ആൾ അറസ്റ്റിലായി എന്നുള്ളതും. അഡ്വക്കറ്റിനോട് അന്വേഷിച്ചപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങളെ ക്യാഷ് പോവില്ല, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പൈസ നമുക്ക് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് എപ്പോൾ തരുമെന്നോ എന്ന് കിട്ടും അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മളടുത്ത് പറയുന്നില്ല. എന്നാൽ മാർച്ചിൽ തരുമെന്ന് പറഞ്ഞത് പിന്നീട് തീയതി മാറ്റി മെയ് മാസം അവസാനം തരുമെന്ന് പറഞ്ഞ് ഉറപ്പുകൾ നീട്ടിക്കൊണ്ടുപോയതോടെയാണ് പരാതി ഉയർന്നത്. കുട്ടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, ഇതെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇല്ല, ഈ നിലവിലെ കേൾക്കുന്ന വാർത്തകളുമായിട്ട് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു പദ്ധതിക്ക് നമുക്ക് വേണ്ട സാധനത്തിനുള്ള ഫണ്ട് നമ്മൾ കൈമാറിയത് ഒരു നിർബന്ധപൂർവ്വം ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഇത് ലഭിക്കില്ല എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് പൈസ അടയ്ക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പോൾ ഇതൊരു കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്.